പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗൗരിനെ സഹായിക്കുന്നതിനായുള്ള നീക്കവുമായി നീനയും കൂട്ടരും മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നീന ചെന്ന് കാണുകയാണ് രാഹുലിനെ. രാഹുൽ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കണം. നടന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല. അത് ഉറപ്പ് തന്നെയാണ്. കാരണം ഈ മരുന്ന് അവൾക്ക് കൊടുക്കുന്ന കുറച്ചുനാൾ കൊടുത്താൽ പിന്നെ ഫലം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആണോ? ഞാൻ എന്തായാലും ആ കുഞ്ഞിനെ കൊല്ലണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാനിപ്പോൾ തയ്യാറാണ്. എന്തായാലും നീ പറഞ്ഞതല്ലേ, എനിക്ക് നിന്നെ വിശ്വാസമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്യാം എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. എനിക്ക് അവൾക്ക് ഒരു തിരിച്ചടി കൊടുക്കണം. ഇതോടെ നീനയുടെ അമ്മ മുന്നിലേക്ക് വരികയാണ്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുമെടാ. അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ വിജയം അത് നമുക്ക് തന്നെയായിരിക്കും. ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാര്യങ്ങൾ പാളിപ്പോകില്ല. അത് സത്യം തന്നെയാണ്. ഞാൻ എന്തായാലും ആയിഷയുടെ അഹങ്കാരത്തിനൊരു തിരിച്ചടി കൊടുക്കണമെന്ന് വിചാരിച്ചതാ. ഞാനും അതെ. അങ്ങനെ ഒരു തിരിച്ചടി അവൾക്ക് കിട്ടിയാലേ അവൾ പാഠം പഠിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവൾ ഇങ്ങനെ നടക്കും. ആ അഭിഷേകിനെ സ്വന്തമാക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് അവൾ ഇപ്പോഴും പോകുന്നത്. അതിനൊരു തിരിച്ചടി കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. ഞാനത് കൊടുക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് ഇപ്രാവശ്യം വിജയിച്ചേ പറ്റൂ. ഞാൻ എന്തായാലും കാര്യങ്ങളൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു പോയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ. എന്നാൽ ഇതേ സമയം പല്ലവിയെ കാണുന്നതിനായി പല്ലവിയുടെ വീട്ടിലേക്ക് വരികയാണ് അഭിഷേക്. മാത്രവുമല്ല, കൃഷ്ണേട്ടനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു. യാതൊരു വിധത്തിലും അങ്കിൾ പേടിക്കേണ്ട, ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും പല്ലവിക്ക് ഉണ്ടാവുകയില്ല. അത് എൻ്റെ ഉറപ്പാണ്. അല്ല മോനെ, ഞങ്ങൾക്ക് പേടിയുണ്ട് എന്നതാണ് സത്യം. ഞങ്ങൾക്ക് ഇവൾ മാത്രമേ ഉള്ളൂ. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യും എന്നറിയാതെ ഞങ്ങൾ കുടുങ്ങിപ്പോകും. അങ്കിൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു നോക്കുമ്പോഴാണ് പല്ലവിയുടെ ചെറുപ്പകാലത്തെ ഫോട്ടോ കാണാനിടയാകുന്നത്. അത് തൻ്റെ സഹോദരിയുടെ ഫോട്ടോ അല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതോടെ കൃഷ്ണേട്ടനോട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയാണ് അഭിഷേക്. അത് ആരുടെ ഫോട്ടോയാ? ആ ഫോട്ടോ എന്താ ഇവിടെ? ഇത് കേട്ട് കൃഷ്ണേട്ടൻ ഒന്ന് ഞെട്ടിപ്പോകുന്നു. എന്താ ഇവൻ അങ്ങനെ ചോദിക്കാൻ കാരണം? ഇവന് ഈ ഫോട്ടോ കണ്ട് പരിചയമുള്ളതുപോലെ. ഇതോടെ കൃഷ്ണേട്ടനാകെ പകച്ചു പോവുകയാണ്. തൻ്റെ മകളുടെ പിന്നിലെ രഹസ്യം പുറത്തു വരരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറാൻ തയ്യാറാവുകയാണ് അയാൾ. അല്ല മോനെ, മോൻ പല്ലവിയുടെ കാര്യത്തിൽ ഉറപ്പ് നൽകണം കേട്ടോ. നമുക്ക് ആ കാര്യം സംസാരിക്കാം. എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ടാണ്. ഇതോടെ സംശയം മുറുകുകയാണ് അഭിഷേകിന്റെ മനസ്സിൽ. സത്യങ്ങൾ കണ്ടെത്തുക തന്നെ വേണം. എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ ഒളിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതുകൊണ്ട് സത്യാവസ്ഥ പുറത്തെത്തിക്കണം. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്നുറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അഭിഷേക്. ഇതോടെ പല്ലവി ആരാണ് എന്നുള്ള സത്യം തേടി ഇറങ്ങുകയും ചെയ്യുകയാണ് അഭിഷേക്. പക്ഷേ ഇതേ തുടർന്നാണ് അഭിഷേക് തൻ്റെ അച്ഛനെ കാണാൻ ഇടയാകുന്നത്. ഇതോടെ സത്യങ്ങളെല്ലാം അഭിഷേക് അറിഞ്ഞിട്ടാണോ തന്നെ കാണാൻ വരുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് അയാളുടെ മുന്നിൽ. എന്താ അഭിഷേകെ, നീ പെട്ടെന്ന് എന്നെ കാണാൻ വന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് സത്യം അറിയണം. എൻ്റെ സഹോദരിക്ക് അന്ന് ഹോസ്പിറ്റലിൽ എന്താണ് സംഭവിച്ചത്? അവൾ മരിച്ചിട്ടില്ലേ?
എന്ത്? നീ എന്തൊക്കെയാടാ പറയുന്നത്? അവൾ മരിച്ച് മൃതദേഹം കൊണ്ടുവന്നതെല്ലാം നീ കണ്ടതല്ലേ? പിന്നെ എന്താ ഇപ്പോഴൊരു സംശയം? ഞാൻ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറല്ല. അവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, അതെനിക്കുറപ്പാണ്. ഇതോടെ സത്യങ്ങളെല്ലാം അഭിഷേക് അറിഞ്ഞോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ അയാളുടെ മുമ്പിൽ. ഇതോടെ കൃഷ്ണേട്ടനെ ചെന്ന് കാര്യങ്ങൾ കണ്ട് പറയണമെന്ന് തീരുമാനിക്കുകയാണ് അയാൾ. പക്ഷേ ഇതേ തുടർന്ന് പല്ലവി തൻ്റെ സ്വന്തം സഹോദരിയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് അഭിഷേക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.